നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല നിങ്ങൾക്ക്? ഞാൻ നല്ലൊരു വീഡിയോ കണ്ടിട്ട് നമ്മളെ ഷാരിക മാഡത്തിൻ്റെ നിങ്ങളൊന്ന് കാണിട്ട് ഞാൻ അതിന് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. റിയാക്ട് റിപ്ലൈ എടുക്കുക കേട്ടോ. അതിന് ഓരോ കാര്യത്തിന് റിപ്ലൈ എടുക്കുക. നിങ്ങളൊന്ന് കേൾക്കിട്ടോ. ഹലോ ഡാർലിങ്സ്, ദി റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവരുടെ റിയാക്ടിങ് ഭയങ്കര രസമാട്ടോ. എന്താ പറയുക, തെങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ തെങ്ങുമെന്ന് ചക്ക കട്ടുകൊണ്ട് ചക്കൻ്റെ ഉള്ളിൽ മാങ്ങൻ്റെ അണ്ടിയാണെന്ന് പറയും ഇവർ. അങ്ങനത്തെ റിയാക്ഷൻ അവർ. കാരണം ഇവർ ഇഷ്യൂവും പറയില്ല, എവിടുന്ന റീസണൊന്നും പറയുന്നില്ല, എങ്ങനെ നടന്നൊന്നും പറയില്ല. അവർ വന്നെങ്ങാണ്ട് അവർക്ക് വെളുപ്പിക്കണ്ടല്ല വെളുപ്പിച്ചെങ്ങാണ്ട് അവരങ്ങ് പോകും. അവരെക്കുറിച്ച് നിങ്ങൾക്കറിയോ, ഇവരെക്കുറിച്ച് നിങ്ങൾക്കറിയോ, ഇവർ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്കറിയോ, അത് മാത്രം പറയും. എന്താ അറിയുന്നത് ഇവർ പറയോ, അതും പറയൂല. അതാണ് ഇവരുടെ റിയാക്ടിങ് കഴിവ് കേട്ടോ. അതും റിയാലിറ്റി റിയാക്ടിങ് കേട്ടോ. ഷഫീന ബിബി എന്ന വെർബൽ റേപ്പിസ്റ്റിനെതിരെ ഞാനൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മളിതിൽ വരേണ്ടത് ഇനി പറയേണ്ടത്, കാരണം ഇത് കുറേ പറയുമ്പോൾ നമ്മളവരെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഈ കാര്യത്തിൽ. അത് ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്, കാരണം എനിക്കൊരു മോളാണ്, മനസ്സിലായില്ലേ? നമ്മളെ മക്കൾ നല്ല കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ആയിങ്ങാണ്ട് നല്ലതിൽ ഇങ്ങനെ വളർന്നുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വാപ്പിയാണ് ഞാൻ, മനസ്സിലായില്ലേ? നമുക്ക് നല്ല ഉണ്ട് കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞില്ല ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു സമൂഹത്തിൽ എല്ലാതും ഉണ്ടാവും, നല്ലതും ചീത്തയും ഉണ്ടാവും. നല്ലത് കാണിച്ചു തരുമ്പം അത് ഓക്കെ എന്ന് പറയുന്ന പോലെ ചീത്ത കാണിച്ചു തരുമ്പം അതിനെക്കുറിച്ച് കാണും നമ്മൾ ഓക്കെ ശരി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ അത് വേണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് കാണട്ടോ വീഡിയോ തന്നെ. അത് തുടങ്ങി കുറച്ച് നാൾക്ക് ശേഷം ദയാ സുജിത് എന്ന മഞ്ജുപിള്ളയുടെ മകളുടെ വസ്ത്രത്തെ സംബന്ധിച്ച് ഇവരൊരു വിവാദ വീഡിയോ ഇറക്കി. അധിക്ഷേപം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റമൊന്നും പറയില്ല, എനിക്ക് ഇനി അവരെ കുറിച്ചൊന്നും സംസാരിക്കണം കേട്ടോ. പക്ഷെ അത് വസ്ത്രമല്ല, അവരല്ല പറയുന്നത് കേട്ടോ. അത് വസ്ത്രമല്ല, അതിന് നമ്മൾ പറയാം അടിവസ്ത്രം എന്നാണ്. ഞാൻ ഇന്നാരും കുറ്റം പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിൽ തിരുത്തില്ല. അതിന് നിങ്ങൾ എന്ത് പേരിട്ടാലും അതിൻ്റെ പേര് അടിവസ്ത്രം എന്നാണ്, മനസ്സിലായില്ലേ? ഞാനിതിൽ മഞ്ജു പിള്ളയുടെ പേരും പറഞ്ഞിട്ടില്ല, അവരും പറഞ്ഞില്ല, ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല, അവർ സൂപ്പറാണ്. പക്ഷെ ആ ഡ്രസ്സിൻ്റെ പേര് അടിവസ്ത്രം എന്നാണ്. ബാക്കി പറഞ്ഞു ഡ്രസ്സാണ്. കണ്ണും പൂട്ടി അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതെല്ലാം ലോക മലയാളികൾ കേട്ടു, മലയാളികൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. അത് മലയാളികളെ എല്ലാവരും, എന്നെ ഉൾപ്പെടെ മലയാളികൾ കേട്ടു, ഹൃദയത്തിൽ ഏറ്റെടുത്തു, ഒക്കെ ശരിയാണ്. ഈ 4, 3, 7 പേര് മെസ്സേജ് അയച്ചില്ലെങ്കിൽ റിപ്ലൈ എന്താ പറയുക, വീഡിയോ ചെയ്തെങ്ങാണ്ട് അതല്ല. അതിൻ്റെ താഴെ വന്ന കമൻറ്റ് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ താഴെ കമൻറ്റ് പോയി നോക്ക് കേട്ടോ. ആ കമൻറ്റുകൾ എടുത്ത് നോക്ക്. ഇവർ ചെയ്ത വീഡിയോക്ക് പോലെ അത് ഈ പറഞ്ഞ വ്യക്തി പോലും ഇട്ട കമൻറ്റിന് വീഡിയോൻ്റെ കമൻറ്റ് നാവേ ഒന്ന് സമാധാനം കൊണ്ട് എനിക്ക് പ്ലീസ്. ഈ വീഡിയോ ഇട്ട വ്യക്തി ഉണ്ടല്ലോ, ഈ ഫോട്ടോ ഇട്ട് അവരുടെ കമൻറ്റിന് താഴേക്ക് ഉണ്ടല്ലോ, പോയി നോക്ക്. അവരോട് എല്ലാവർക്കും സ്നേഹമാണ്. പക്ഷെ അവർ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് വേണ്ടിയിട്ട് പേരെയും എന്താ പറയുക, അവർക്ക് പേടിയായി, അതായി, ഇങ്ങനെയായി, അങ്ങനെയായി. ഇവർക്ക് എന്താ അറിയോ, ഇവരൊന്നും ലോകത്തെ അല്ല. ഇവരൊക്കെ പറഞ്ഞ വേറെ എന്തെങ്കിലും ബാക്കി പറ. ആൾക്കാരെ വേദനിപ്പിച്ചു. അതിനെതിരെ നഖശികാന്തം പ്രതികരിച്ചു, നഖശികാന്തം എതിർത്തു, പ്രതികരിച്ചു. അതെ, പ്രമുഖരും അല്ലാത്തവരും ഒക്കെ വന്ന് വീഡിയോ ചെയ്ത് പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സൊക്കെ ഫസ്റ്റ് പറഞ്ഞു എന്നല്ലാതെ പിന്നെ ഒരാളും വേണ്ടിയിട്ടില്ല അതിനെക്കുറിച്ച്. കാരണം അവർക്കൊക്കെ അറിയാം. കാരണം ഇത് ഈ പറഞ്ഞ പോലെ കണ്ടന്റാണ്. നെഗറ്റീവ് പറഞ്ഞാൽ ഇവരേക്കൊന്ന് പണി കിട്ടുമോ ഇല്ലേ എന്നുള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, പോസിറ്റീവ് പറഞ്ഞ് നമുക്ക് പോവുക. കണ്ടന്റ് അല്ലേ വിടണ്ട, അത്രേ ഉള്ളൂ. ഞാൻ അന്ന് 2-3 മുന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, രേണുവിൻ്റെ കാര്യത്തിൽ അറഞ്ചം പറഞ്ഞ വീഡിയോ ചെയ്തവരൊന്നും ബന്ധപ്പെടാത്തത്. അത് ഇവള് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവള് പറയുന്നത് വേറെ ഉദ്ദേശത്തിലാണ്. പിന്നെ സപ്പോർട്ട് ചെയ്ത പ്രമുഖ ആര്, ഭാഗ്യലക്ഷ്മിയോ, സ്ത്രീയോട് എടി അത് മോശമാണ്, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവിടെ ചാടി വീഴും. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞത്, നീ ചെയ്യ്, നീ പെണ്ണാണ്, നിനക്ക് ചെയ്യാൻ പറ്റും. നല്ലതാണോ ചീത്തയാണോ അവർ നോക്കാറില്ല.
കൊളപ്പുള്ളിയില്ല എന്ന് പറഞ്ഞ റോൾ അഭിനയിച്ച ആ വല്യമ്മ വന്നിങ്ങാണ്ട് പെണ്ണിന് മുകളിൽ നിൽക്കുന്ന സ്ഥാനത്ത് എപ്പോഴും ആണ് വേണം, അതൊരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഭരണത്തിന് അത് ആ രീതിക്ക് പറഞ്ഞതാണ്. അത് കുടുംബജീവിതത്തിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ അത് വേണം, സപ്പോർട്ട് വേണം, ഇല്ലെങ്കിൽ തകരും. അത് എന്തായാലും സ്ഥാപനമായിക്കോട്ടെ, കുടുംബജീവിതം ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണം. ആ രീതിക്ക് പറഞ്ഞതാണത്. അത് ചിലപ്പോൾ നമ്മളായിരിക്കും ചില സമയത്ത് പൊന്തിക്കുക, ചിലപ്പോൾ അവരായിരിക്കും പൊന്തിക്കുക. അതങ്ങനെ ഉദ്ദേശിച്ചു. ഇപ്പോൾ ഈ എന്തായാലും ഒരു സ്ഥാപനമൊക്കെ ആകുമ്പോൾ എന്തായാലും ടോപ്പിൽ പദവിയിൽ മുകളിലല്ലേ. അപ്പോൾ ഒന്നാമത് ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ചിലപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഡ്രാമയിലേക്ക് പോയി എന്താ അങ്ങനെ പറഞ്ഞു, എന്തെങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവർ സ്ത്രീക്കാർഡ് എടുക്കും, ഞാൻ ഒരു പെണ്ണിനോട് അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെയല്ലേ പറയുക. ഒരാണങ്ങനെയല്ല, അവർ ഫൈറ്റ് ചെയ്യും, അവർ ചൂടാകും, ഇങ്ങോട്ട് ചൂടായാൽ അങ്ങോട്ട് നാലെണ്ണം പറയും, അങ്ങനെയാണ്. ആ ഉദ്ദേശത്തിലൊക്കെ പറയും. പിന്നെ ഇപ്പോൾ ഒരു പെണ്ണോട് ആരും എന്തും അത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് പെണ്ണുങ്ങളെ. അത് ചൂടായും കണ്ടായിക്കോട്ടെ, ആ രീതിക്ക് പറഞ്ഞതാണ് ഇവർ. പൊട്ടത്തരം കാണിക്കും ചില സമയത്ത് ദേഷ്യപ്പെടുമ്പോഴൊക്കെ. അത് അവൾക്ക് മനസ്സിലായി, അത് ആ സ്ത്രീക്ക് മനസ്സിലായില്ല. അവർക്ക് ഈഗോ ഹർട്ട് ചെയ്തു. ബാക്കി പറ. സപ്പോർട്ട് ചെയ്തു. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. ഈ സപ്പോർട്ട് ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, ഇവരുടെ മകളോടോ അല്ലെങ്കിൽ ഇവരുടെ പേരക്കുട്ടിണ്ടെങ്കിൽ പേരക്കുട്ടിയോടോ, ഞാൻ കുഞ്ഞിക്കുട്ടിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, പ്രായം വെച്ച് ഞാൻ പറയാം കേട്ടോ, ഒരു 15 വയസ്സോ 16 വയസ്സോ അല്ലെങ്കിൽ അതിന് മേലക്കോ, ഒരു എന്താ പറയുക, നമുക്ക് പ്രായം നമുക്കറിയില്ല കേട്ടോ. ഞാൻ ഒരു വയസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നു, പ്രായപൂർത്തിക്കായ വയസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാനെന്ന് പറയും. അങ്ങനെ ഇട്ട് നടക്കാൻ പറയുമോ? അത് കണ്ട ചൂടാകൂലേ, അടിക്കൂലേ? വീട്ടിലെ അമ്മമ്മമാരില്ലേ, വീട്ടിലെ അമ്മച്ചിമാരില്ലേ, അപ്പപ്പന്മാരില്ലേ, അടിക്കൂലേ? നിങ്ങൾ എന്താണ് ഇങ്ങനെ, നിങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അപ്പോഴും എന്നെ വേദനിപ്പിച്ചൊരു കാര്യം, പോയിന്റ് തേക്ക് മുൻപ് രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അവള് ക്ലീവേജ് കാണിച്ചു, അവള് കുട്ടിനിക്കർ ഇട്ടു, അവള് ബനിയൻ ഇട്ടു, അവള് ട്രാൻസ്പെറന്റ് ഡ്രസ് ഇട്ടു എന്നും പറഞ്ഞ് കാണിച്ചു. എന്തിനു കാണിച്ചു? ഏത് സാഹചര്യത്തിൽ കാണിച്ചിട്ടെന്താ കാണിച്ചത്? എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഈ സാഹചര്യം. ഞാൻ ഈ വിഷയം ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞോട്ടെ, എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നതെന്ന്. അതെല്ലാവരും ഈ കാര്യത്തിൽ ഷെഫീന ബീയുടെ സ്റ്റാൻഡ് കേട്ടോ. അവർക്ക് ഇവിടെയൊന്നുമില്ല. അവർ സംസാരിക്കും. അതാണ് സോഷ്യൽ വർക്കർക്ക് ആവശ്യം. അവർ സംസാരിച്ചു. ബാക്കിയുള്ളവർ അങ്ങനെയുള്ള സ്റ്റാറ്റസ് നോക്കി, അവർ സിറ്റുവേഷൻ നോക്കി അങ്ങനെ സംസാരിച്ചു. പിന്നെ രേണു കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എല്ലാവർക്കും അറിയാം അവരെന്താ കാണിച്ചത്. അതൊക്കെ പോട്ടെ, അവർ പരിതാപകരമായിട്ടുള്ള നിലയിലാണ്. പാവം തോന്നും കണ്ടാട്ടോ. പിന്നെ അവരായതുകൊണ്ട് എന്താണെന്നറിയില്ല, പക്ഷെ എന്തായാലും കണ്ട പാവം തോന്നും കേട്ടോ. ഇപ്പം ആക്ടിങ് ആണൊന്നും തോന്നില്ല, പാവം തോന്നും. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ മാതാവ് എന്നുള്ള പേര് ഒരു സോങ് പാടിയിരുന്നു. അപ്പം താഴെ പോയി ലേ മാതാവ്, ഒരു പ്രാവശ്യം ഞാൻ നിനക്ക് ഭേദപ്പെടുത്തി തന്നു, അപ്പം നീ എന്നെ പറ്റിച്ചു, ഇനിയും വേണോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു കമൻറ്റ് ഞാൻ ഇട്ടു, തമാശ കിട്ടും. താഴത്ത് എളുപ്പം ഭേദമാറ്റം എന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പാവം പെട്ടെന്ന് വരട്ടോ. ഇവളുടെ ലക്ഷ്യം എന്താ അറിയോ? ഈ കൂട്ടത്തിൽ കൂടെ രേണുവിനെ പറഞ്ഞതിനും കൂടി ഇവരെ അറ്റാക്ക് ചെയ്യണം. അതിനു വേണ്ടി മാത്രമാണ് ഇവർ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതങ്ങ് തെക്കേടത്ത് പള്ളിയിൽ പോയിട്ട് പറഞ്ഞ്, ഇല്ലെങ്കിൽ വടക്കോട്ട് പോയി പറഞ്ഞു. നീ ഏത് പള്ളിയിൽ പോയി പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്കുള്ള പ്രശ്നം എന്തായാലും നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പരിചയപ്പെട്ടുങ്ങാണ്ട് പിന്നെ ദുബായ് കണക്ഷൻ ഉണ്ടായി. നിങ്ങളെല്ലാവർക്കും ഈ ജാസി ആയിക്കോട്ടെ, നീ ആയിക്കോട്ടെ, രേണു ആയിക്കോട്ടെ, സജിന ആയിക്കോട്ടെ, പിന്നെ ഒരു തടിച്ചിങ്ങാണ്ട് 9 ഉണ്ടല്ലോ, പള്ളൊക്കെ ഉണ്ടായി ക്ലീൻ ഷേവൊക്കെ ഇത് മുടി ഇങ്ങനെ വിൽക്കുകയാണെന്നല്ലോ ഇങ്ങനെ വെച്ചിങ്ങാണ്ട്. ഇവർക്ക് ഈ എന്താ പറയുക, ഈ രഞ്ജിന ഇവർക്കൊക്കെ ഉള്ള കണക്ഷൻ ഈ കാന്താരി റെസ്റ്റോറൻ്റാണ്. ഇവരൊക്കെ പരിചയപ്പെട്ടിട്ട് അവിടെ നിന്നായിരിക്കും. ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് ഈ ജാസിയൊക്കെ കിച്ചു ചെയ്തത് മോശമായിപ്പോയി, എന്തിനാ കിച്ചു അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം, അതൊന്നും പറയാതെ ഇവരെ സപ്പോർട്ട് ചെയ്ത്. ഇവർക്ക് തമ്മിലൊക്കെ അറിയാം, എന്താണെങ്കിലും അറിയാം. അത് പറയാതിരിക്കാമായിട്ട് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ഇവരൊക്കെ പാടെ കൂടിങ്ങാണ്ട് ഇവരുടെ എല്ലാ പ്രശ്നവും കൊണ്ടുങ്ങാണ്ട് ഷെഫീന ബീവി കൊടുങ്ങാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അലക്കിയപ്പോൾ എന്താ ഉണ്ടായത്? ഇവർ രേണു എക്സ്പോസായി. ഒരു വിധം എല്ലാവരും ഇതിൻ്റെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമുക്ക് അറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ.
ഇത് എത്രയും കാര്യങ്ങളായിട്ട് ഇതുവരെ പറഞ്ഞ പോലെ പോലീസുകാരോ ഒന്നും ചോദിച്ചിരുന്നിട്ടില്ല. അപ്പം ഇത് നമുക്ക് പക്ഷേ ജനങ്ങൾക്ക് അറിയാം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇവരെ ഒന്ന് അടിക്കണം. അപ്പോൾ യാദൃശ്ചികമായിട്ടൊരു വടി കിട്ടി, മനസ്സിലായില്ലേ? അപ്പോൾ ആ വടി കൊണ്ട് എല്ലാവരും അടിച്ചു കൊടുത്തിട്ട് ഇവരും അടിച്ച് ഇവരെന്ത് തട്ടി ഇത് കൂട്ടിങ്ങോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് രേണുവിൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അതും കൂടി വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുക. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. ഭരണങ്ങാനത്ത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. നീ ഇവിടുന്ന് ഹലോ ഡാർലിംഗ് എന്നും പറഞ്ഞിരുന്നു, അത് നീയൊക്കെ നന്നായി. നിന്നെ വെറുതെ അല്ല അവർ മറ്റേ പേര് വിളിക്കുന്നത്, വെറുതെ വെക്കട്ടെ. ഞാൻ പറഞ്ഞാൽ ഞാൻ മറ്റുള്ളമാരെയൊക്കെ ഭാഷയ്ക്ക് മാറാനൊന്നും ആയിട്ടില്ല. ഓക്കെ, എന്നാൽ ശരി. എന്നാൽ എല്ലാവർക്കും നമസ്കാരം, അന്തരിക്ക് നമസ്കാരം.